ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിലും മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വേണ്ട നല്ല ടേസ്റ്റിലുള്ളൊരു മന്തിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി ക്ലീനാക്കി വെച്ച ചിക്കനിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ 4 ചിക്കൻ ക്യൂബ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ഇട്ടേക്കുന്നത്. പിന്നെ 2 സ്പൂൺ ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സ് ആക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കളറും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് 1 മണിക്കൂർ നമ്മൾ മിക്സ് ആക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുക്കറിൽ നമ്മളൊരു എയർ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക. പിന്നെ വെള്ളം ചൂടായപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് ഏലക്കായ, തക്കോലം, കറുകപ്പട്ട, കുരുമുളക്, പിന്നെ ഉണക്കനാരങ്ങ ഇതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരി കഴുകിയിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്നൊരു 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അത് 3/4 ഭാഗം വേവായിട്ടുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ആ കുക്കറിൽ നിന്ന് കുറച്ച് വെള്ളവും ഇറച്ചി കഷ്ണങ്ങളും കൂടി അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ വെന്ത ഓയിലും ചിക്കൻ്റെ വെള്ളവും കൂടി ഇറങ്ങിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒഴിക്കുന്നത് ബട്ടർ മെൽട്ടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്, അത് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ബട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ മന്തിക്ക് വരിക. ഒരു ഇത്തിരി ബട്ടർ ഞാൻ പുക കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരിക്ക് വെച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് നമുക്ക് ഒരു ചൂടുള്ള നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിൽ 20 മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചോറ് ഒന്ന് മിക്സ് ആക്കാം. കാരണം നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എല്ലാ ചോറിലേക്കും മിക്സ് ആവണം. പിന്നെ അടിയിലുള്ള ചിക്കൻ കഷ്ണം നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. കണ്ട നല്ല വളർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചോറ് മന്തി കിട്ടിയിട്ടുണ്ട്. ചോറ് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ വീട്ടിൽ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.